എൻ്റെ പേര് ഷൈനമ്മ. ഞങ്ങൾ പൂങ്കാവിൽ നിന്നും വരുന്നു. ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. ഞങ്ങൾക്ക് വലുതും ചെറുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മയും തിരുക്കുമാരനും തന്നു. അതിൽ നിന്നും പ്രധാനപ്പെട്ട 2-3 ഞാനിവിടെ പറയുകയാണ്. ഒന്നാമതായി എൻ്റെ മോൾക്ക് അഡ്മിഷൻ, MBBS അഡ്മിഷന് വേണ്ടി നീറ്റ് എഴുതി കിട്ടിയില്ല. പുറത്തേക്ക് വിടണം, ധാരാളം പൈസ വേണം. ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു. ഞാൻ 2016 തൊട്ട് ഇവിടെ വരുന്നയാളാണ്. 17 ഉടമ്പടി എടുത്തു. മോക്ക് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, സാരമില്ലടി, അവളെ വിടെ, പൈസയൊക്കെ അല്ലേ, അതൊക്കെ റെഡിയാകും എന്ന് പറഞ്ഞു. ഇതെൻ്റെ മോളെ ഹസ്ബൻഡ് റെയിൽവേയിൽ ഓടിക്കായിരുന്നു, ഇപ്പോൾ റിട്ടയറായി. അങ്ങനെ മോക്ക് ഫിലിപ്പീൻസിലേക്ക് അഡ്മിഷൻ കിട്ടി. മോൾ പോയി പഠിച്ചു. ആദ്യത്തെ വർഷം തന്നെ അവൾക്കൊരു വിഷയത്തിന് 5 മാർക്കിന് തോറ്റു. വളരെയേറെ വിഷമിച്ചു പോയി. ലക്ഷങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവൾക്ക് സുഖമില്ലാതെ വന്നു. ഞങ്ങൾ നാട്ടിലേക്ക് വിളിച്ചു, ഇവിടെ കൊണ്ടുവന്നു. ഏതായാലും വന്നപ്പോൾ തന്നെ അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ ചോദിച്ചു, നിനക്ക് എന്തിനൊക്കെ അടി പോയേ? ഒരു വിഷയത്തിനെ പോയില്ലെങ്കിലും മോളുടെ ആ വെപ്രളം കൊണ്ട് എല്ലാം അങ്ങ് പറഞ്ഞു. നീ ധൈര്യമായി പോയിക്കൊള്ളൂ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. 15 ദിവസം കഴിഞ്ഞ് മോള് പോയി. അവിടെ ചെന്നപ്പോൾ തോറ്റുപോയെങ്കിലും ആ 1 വർഷം അവൾക്ക് പോകും. കാരണം എല്ലാ വിഷയവും എഴുതണം. ഏതായാലും അവിടെ ചെന്നപ്പോൾ ഒരറിയിപ്പുണ്ടായി, 5 മാർക്കിന് തോറ്റുപോയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ചാൻസ് കൊടുക്കുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, അവൾക്ക് 10 ദിവസത്തെ അവധിയും കൊടുത്തു പഠിക്കാൻ. പഠിച്ചു. ആദ്യത്തെ ചാൻസിൽ തന്നെ നല്ല മാർക്ക് വാങ്ങി പാസ്സാകാൻ സാധിച്ചു. രണ്ടാമതായി മോളെ കൊണ്ടുവന്ന് ആക്കുമായിരുന്നു അപ്പൻ. തിരിച്ചു വന്നപ്പോൾ പനിയായിട്ടാണ് വന്നത്. മരുന്നുകളെല്ലാം വാങ്ങിച്ചു, യാതൊരു കുറവുമില്ല. ഞങ്ങൾ KVMലേക്ക് കാണിക്കാൻ കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോൾ ദിവസവും ഡോക്ടർ അവിടെ അഡ്മിറ്റാക്കി. ദിവസവും പരിശോധിക്കുകയാണ്. എന്നോട് ചോദിക്കുകയാണ്, എന്താണ് കുഴപ്പം? പനിയില്ല, മറ്റൊന്നുമില്ല. ദിവസവും ഒരു ഡോക്ടർ വരും, കണ്ണ് പരിശോധിക്കും, തൊണ്ട പരിശോധിക്കും, ബില്ലെഴുതും, പൈസ അടയ്ക്കും. ഒരു കുഴപ്പം. പുള്ളി ഒരു മാനസിക രോഗിയായി മാറിയിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ആരെ വിളിക്കാനാണ്? ഒരു നിവൃത്തിയില്ല. അവിടെയെല്ലാം പരതി നടന്നു. ഒരു പേപ്പർ കിട്ടിയിരുന്നെങ്കിൽ അതേ കിടത്താമായിരുന്നു, അല്ലെ വായിച്ച് കേൾപ്പിക്കാമായിരുന്നു. ഒരു രക്ഷയുമില്ല. പുള്ളി അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര വഴക്കാണ്. ഇത്രയും നല്ല വീട്ടിൽ താമസിച്ച് എന്നെ കൊണ്ടുവന്ന് ഒരു കാലാഗ്രഹത്തിലിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു സമയം പുള്ളി കിടന്നുറങ്ങിയ നേരത്ത് പേപ്പറിനായി ആശുപത്രി മുഴുവനും കറങ്ങി, കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ഇത് KVM അല്ലേ, അവിടെ പേപ്പറൊന്നും കൃപാസനത്തിൽ പത്രമൊന്നും കൊണ്ടുവരികയില്ലായിരിക്കും. അങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് അപ്പോൾ തന്നെ ഞാൻ ഓട്ടോ പിടിച്ച് KVM മതിലകത്ത് വന്നു. ഒരു പേപ്പർ അവിടെ നിന്നെങ്കിലും കിട്ടുമായിരിക്കും, ഇത് വായിച്ച് കേൾപ്പിക്കാം, അല്ലെങ്കിൽ അതിൽ കിടത്താം. അവിടെ നിന്നും കിട്ടിയില്ല. തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഞാൻ ഭക്ഷണം വാങ്ങിക്കാൻ പോയി. തിരികെ വന്നു. ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴെല്ലാം ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ കട്ടിൽ ഒരാൾ ചേട്ടാ എന്ന് പറഞ്ഞ് ഒരു പേപ്പർ കൊണ്ടുവന്നെറിഞ്ഞു. ഉടനെ പുള്ളി ചോദിച്ചു, ആരാ എന്നെ ചേട്ടാന്ന് വിളിക്കാനുള്ളത്? ആരാടി അവിടെ വന്നത് ചേട്ടനെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ ഇരുന്നു, മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞു. ഊണെല്ലാം കഴിഞ്ഞപ്പോൾ ഈ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ വായിച്ച് കേൾപ്പിച്ചു കൃപാസനത്തിലെ സാക്ഷ്യങ്ങളെക്കുറിച്ച്. വീട്ടുകാരനും അത് വായിച്ചു. അത് ഞാൻ രാത്രി ഉറങ്ങാൻ നേരത്ത് തലയുടെ അടിയിൽ വെച്ച് കിടത്തി. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ ഞാൻ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ആളെ വിളിച്ചു. 5 ഡോക്ടർമാരുള്ള ഒരു വീട്ടിലേക്കാണ് വിളിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, എന്ത് ചെയ്യണം, ഞാൻ എറണാകുളത്തിന് കൊണ്ടുപോകണോ? ഒരു കുറച്ച് കഴിഞ്ഞ് ഡോക്ടർമാരെല്ലാം പരസ്പരം ചേട്ടനനിയന്മാരെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആൻറ്റി കൊണ്ടുപോകണ്ട, അവിടെ തന്നെ നല്ല ഡോക്ടറുണ്ട്, ടോണി മാത്യു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു.
അങ്ങനെ ഡോക്ടർമാരെല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, സാറേ നമുക്ക് ടോണി മാത്യു ഡോക്ടറെ എന്ന് കാണിച്ചാൽ കൊള്ളാം. അങ്ങനെ ആ ഡോക്ടർ വരികയും മരുന്ന് കൊടുക്കുകയും ഇത്രയും കളിച്ച കൂട്ടത്തിൽ ഈ പ്രാർത്ഥന ഞങ്ങൾ ദിവസവും ആശുപത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനും പുള്ളിക്ക് സാധിച്ചു. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തിരികെ പോന്നു. രണ്ടാമതും പോയി മരുന്ന് വാങ്ങിച്ചു. 1000-1500 രൂപയുടെ മരുന്നാണ് ഒരാഴ്ചത്തേക്ക് തരുന്നത്. അങ്ങനെ ഇരുന്ന് ഞാനൊരു ദിവസം അച്ഛൻ്റെ അടുക്കേ വന്നു, ആളെയും കൊണ്ട് വന്നപ്പോൾ അച്ഛാ ഇന്നതാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അന്ന് പേപ്പർ എടുക്കണം, പേപ്പറിൻ്റെ റെസിപ്റ്റ് വേണം. ഇവിടെ വന്നു പേപ്പറിന് വന്നപ്പോഴത്തേക്ക് പേപ്പറില്ല, തീർന്നു പോയി, വെള്ളിയാഴ്ച വരാൻ പറഞ്ഞു. അത് അച്ഛനോട് പറഞ്ഞു, ഇവിടെ ഇരിക്കുക, ഞാൻ കാപ്പി കുടിച്ചിട്ട് വരട്ടെ. കുറേ കഴിഞ്ഞ് അച്ഛൻ വന്നു, പുള്ളിയെ വിളിച്ചു, ഒത്തിരി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം പ്രാർത്ഥിച്ചു. എന്നോട് ചോദിച്ചു, മരുന്ന് വേണോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. അപ്പോൾ ഇക്കൊള്ളൂ, മരുന്നൊന്നും വേണ്ട. ഇന്നേ വരെ പുള്ളിക്ക് ആ ഒരു അസുഖത്തിന് മരുന്ന് കഴിച്ചിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. പിന്നീട് മൂന്നാമതായി 2018 മോക്ക് ഡെങ്കി വന്നു. അത് വിദേശത്ത് വെച്ചാണ്. എന്നിട്ട് ഒരു കുറവ് അവിടെ ചികിത്സിച്ചിട്ടൊന്നും ശരിയാകുന്നില്ല. അവർ പറഞ്ഞു, പേരൻസ് ചെല്ലാൻ പറഞ്ഞു, പോകണമെങ്കിൽ ബാങ്കിൽ എത്ര ലക്ഷം രൂപ ഇടണം, വിസ റെഡിയാക്കണം, എല്ലാം റെഡിയാക്കണം. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും എന്നും വൈകിട്ട് ഡോക്ടറെ വിളിക്കും, ഡോക്ടറുമായിട്ട് സംസാരിക്കും. അപ്പോഴും പറയുന്ന പേരൻസ് ആരെങ്കിലും ചെന്നേ പറ്റത്തുള്ളൂ. കൊച്ചത്ര അവശതയിലായി. ഞാനിവിടെ വന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. പ്രാർത്ഥനാ സഹായം എഴുതിയിട്ടു. അതിനുശേഷം ഞാനിവിടെ പിന്നെ ഒരു ദിവസം വന്ന് ഞാനിവിടെ സർവീസ് ചെയ്തിരുന്ന ജേക്കബ് സാറിനെ കണ്ടു. ജേക്കബ് സാറിനോട് പറഞ്ഞു, സാറേ ഇന്നതാണ് കാരണം, ഞങ്ങൾക്ക് വിസ കിട്ടണം, കൊച്ചിൻ്റെ അടുക്കലോട്ട് പോകണം എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വിസയും കിട്ടാൻ പോകുന്നില്ല, നിങ്ങളൊട്ട് പോകാനും പോകുന്നില്ല, നിൻ്റെ മോൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഞാനാകെ വിഷമിച്ചു. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്വർണം മുഴുവനും പണയം വെച്ച് ബാങ്കിലിട്ടു. പോകാനുള്ള പേപ്പറുകളൊക്കെ ബാക്കി റെഡിയാക്കി എല്ലാം ചെയ്തിരിക്കുകയാണ്. വിസ കിട്ടണം. അന്ന് പൂജ ഹോളിഡേയ്സ് ആയിരുന്നു. 10 ദിവസം കഴിയാതെ യാതൊന്നും നടക്കില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അവിടെ ചെന്നിരുന്നു. പച്ചത്തിരി കത്തിച്ചുകൊണ്ട് ഞങ്ങൾ വാതിലടച്ചിട്ടുണ്ട്. ഞാനും ഹസ്ബൻഡും ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വെളുക്കാറായപ്പോൾ ഫോൺ വന്നു, യാതൊരു കുഴപ്പമില്ല, അവൾക്ക് പ്ലേറ്റ്ലേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇങ്ങോട്ട് വരണ്ട. അതിനിടയിൽ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, തൈലം പുരട്ട് കാശ് രൂപ അവളുടെ കയ്യിൽ കൊടുക്കേ, ഉപ്പിട്ട് വെള്ളം കൊടുക്കേ. ഡോക്ടർമാരല്ലേ, അവരിതൊന്നും നടത്തത്തില്ല. ഞാൻ മോളോട് പറഞ്ഞു, നിൻ്റെ റൂംമേറ്റിനോട് പറയുക ഇതൊക്കെ അവിടെ കൊണ്ട് തന്ന് കൈകാര്യം ചെയ്യാൻ. അങ്ങനെ അവരെ ആരും അറിയാതെ ഉപ്പ് കലക്കി കൊടുത്തു, തിരി കാശ് രൂപ ഉടുപ്പിൽ കുത്തിയിട്ട് കൊടുത്തു, എണ്ണ നെറ്റിയിൽ തേച്ച് കൊടുത്തു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഡോക്ടർമാർ പറയുവാണ്, നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന കൊണ്ടായിരിക്കും നിനക്ക് ഇത്രയും പെട്ടെന്ന് ഇത് മാറിക്കിട്ടിയത്. 3-ൻ്റെ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ അവളിപ്പോൾ 5 വർഷം കഴിഞ്ഞു, MBBS പാസ്സായി ഇവിടെ എത്തി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ വർഷവും പരീക്ഷാ സമയത്ത് ഇവിടെ ഓരോ ചാക്ക് അരി കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. കൊറോണ വന്ന സമയത്ത് അതിനുള്ള പൈസയും കൊടുക്കുമായിരുന്നു. എല്ലാ മാസവും കൃത്യമായിട്ട് ഇവിടെ വരികയും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പേപ്പർ എടുത്ത് എല്ലായിടത്തും കൊടുക്കുകയും വിൻസെൻ്റ് പോളി പ്രവർത്തിക്കുകയും രോഗികളെ സന്ദർശിക്കുകയും ആർക്കെങ്കിലും ഒരു ചെറിയ സഹായങ്ങൾ ചെയ്തും മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്ക് അമ്മയും തിരുക്കുമാരനും ചെയ്ത അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ്. ഇപ്പം ഒരു കുടുംബമായിട്ട് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് രാവിലെ തൊട്ട് അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് വരുന്നത്. അപ്പം അത് തന്നെ ഒരു വലിയൊരു സാക്ഷ്യമാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അത്രയും ചിലപ്പോൾ ഒരു പക്ഷേ വാക്കുകളിൽ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. കാരണം ഇതൊരു അനുഭവത്തിൻ്റെ തലമാണ്, വാക്കുകൾക്ക് അതീതമാണ്. എങ്കിലും ഒരു കുടുംബമായിട്ട് ഇന്നിവിടെ ഏറെ പ്രത്യേകിച്ച് മകളുടെ ആണ് ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യം. അവൾ MBBS പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. അപ്പം പിന്നീട് ഉള്ളത് പപ്പയുടെ, അതായത് ഈ സാക്ഷ്യം പറഞ്ഞ അമ്മയുടെ ജീവിത പങ്കാളിയുടെ സാക്ഷ്യമാണ്.
അപ്പോൾ ജീവിതത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്? നേരെ പ്രത്യേകിച്ച് ഒരു MBBS അതായത് MBBS എന്ന് പറയുമ്പം ഒരു കൂടുതൽ രോഗശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് ഒരു ദൈവത്തിൻ്റെ കരമായിട്ട് വർത്തിക്കാൻ പോകുന്ന ഒരു വ്യക്തി തന്നെ തൻ്റെ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന വലിയൊരു പാഠമെന്ന് പറയുന്നത് നമ്മൾ ശുശ്രൂഷിക്കുകയും ദൈവം സുഖപ്പെടുത്തുന്നു എന്നുള്ള വലിയൊരു ബോധ്യം നൽകുവാനായിട്ട് ഈ ഒരു അനുഭവം, ഒപ്പം ഈ മകളുടെ വ്യക്തിപരമായ അനുഭവം ഒക്കെ കാരണമായിട്ടുണ്ട്. അപ്പം നമ്മുടെ കഴിവിനും നമ്മുടെ പഠനത്തിനും ശാസ്ത്രത്തിനും മുകളിൽ ഇതിനെയൊക്കെ സൃഷ്ടിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന കർത്താവായ ദൈവം ഉണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം അടയാളങ്ങളിലൂടെ മനസ്സിലാകുവാനായിട്ട് ഈ മകളുടെ ജീവിതത്തിനൊപ്പം ഈ കുടുംബത്തിനും സാധിച്ചു. ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഈ സമയം കണ്ടെത്തി ഇവിടെ വന്നിങ്ങനെ സാക്ഷ്യം പറയുന്നത്. അല്ലാതെ ഇവിടെ ആരും എത്തിച്ചേരുന്നില്ല. ഇവിടെ സാക്ഷ്യം പറയുന്നവരൊക്കെ നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ പോലെ തന്നെ ഒരുപാട് കാത്തിരുന്നും പ്രാർത്ഥിച്ചും എത്തിച്ചേർന്നുമാണ് ഇവിടെ പറയണത്. കാരണം അത് എത്രയും കാത്തിരിക്കുവാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ നിയോഗം, നിങ്ങളിപ്പോൾ നിയോഗം വെക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നതിനോടൊപ്പം തന്നെ അത്ഭുതകരമായ ദൈവം അതിൽ ഇടപെട്ടതിനെക്കുറിച്ച് നന്ദി പറയാനും കൂടെയാണ് ഈ കാത്തിരിപ്പ്. അപ്പം അതിനൊരു പ്രാർത്ഥനയുടെ ഒരു ആനന്ദവും കൂടിയുണ്ട്. അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി യാത്രയിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഈ കുടുംബത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ക്രമീകരിച്ച എല്ലാ വഴികളെ ഓർത്ത് നന്ദി പറയുന്നു. ഇപ്പോൾ അവസാനം പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഒക്കെ സമയം കണ്ടെത്തിയെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനൊന്നും കോംപ്ലിമെൻ്ററി ആയിട്ടോ അതിനൊന്നും സപ്ലിമെൻ്ററി ആയിട്ടോ വേറെ ഒന്നുമില്ല. അതായത് അതുകൊണ്ടാണ് നമ്മൾ ഈ 65 വയസ്സിന് മുകളിലുള്ളവർ ഉടമ്പടി എടുക്കരുതെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു യുക്തി എന്ന് പറയുന്നത് ഇത് വീടിനകത്തിരുന്ന് പ്രാർത്ഥിച്ച് തീർക്കേണ്ട ഒരു പ്രാർത്ഥനയല്ല എന്ന് തന്നെ ഉറപ്പിച്ചത് കൊണ്ടാണ്. കാരണം ഇത് സമയം കണ്ടെത്തി പുറത്തിറങ്ങണം, പ്രവർത്തിക്കണം, നമുക്ക് തിരികെ ലഭിക്കത്തില്ലെന്ന് ഉറപ്പുള്ളടുത്ത് പോയി സഹായിക്കണം എന്നുള്ളത് തന്നെ ഇതിൻ്റെ വലിയൊരു, അതായത് കർത്താവ് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ എന്താണ് ചെയ്തത് അതെല്ലാം ചെയ്യാനായിട്ട് നമ്മുടെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടാകണം. അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇനിയും മുൻപോട്ട് ഈ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.